ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. ദളപതി വിജയ് നായകനായ ജനനായകൻ സിനിമയിലെ ദ ട്രൂ ലീഡർ ലിറിക്കൽ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. ദളപതി ടക് ടക് ടക്. തളപതി തളപതി വിജയ്. ഓ, തളപതി കച്ചേരി ഒളിപ്പേര് എല്ലാം ഉണ്ട്. ഓ, അണ്ണൻ കണ്ണയുടെ കാപ്പ് വേണ്ട. അത് മ്യൂസിക്കൽ. തളപതി. ഓ, ആ ഓ വേണ്ട. തളപതി. ഓ വേണ്ട. തളപതി. സത്യം ജനനായകൻ ദളപതി വിജയുടെ അവസാന ചിത്രമാണ്. ഇനിയൊരു സിനിമ വരാൻ സാധ്യതകളൊന്നും ഇല്ല. കാരണം പുള്ളി ഇപ്പോ CM ആയി കഴിഞ്ഞു. അവിടുത്തെ തിരക്കുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആൻഡ് ഓരോ ദിവസവും ഓരോ ഹെഡ്ലൈൻസ് ആണ്, ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ തമിഴ്നാട്ടിലെ മക്കൾക്ക് ഇപ്പൊ ദളപതി വിജയ് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് ഇപ്പൊ ഇന്ത്യ മുഴുവൻ, എല്ലാവരും, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മാതിരി ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് എല്ലാവരുടെയും ഹാർട്ടില് ദളപതി വിജയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ജനനായകന് ഒബിയസ്ലി നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ കേരളത്തിൽ നെഗറ്റീവ് റിവ്യൂസ് തന്നെയാണ് വന്നത്. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. പിന്നെ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ബട്ട് അതിലും ന്യൂട്രൽസ് റെസ്പോൺസുകളും ഉണ്ട്. ബട്ട് ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. കാരണം പ്രത്യേകിച്ച് ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ടോട്ടലി, സത്യം പറഞ്ഞാല്. ബട്ട് ഒരു ആസ് എ വിജയ് ഫാൻ അല്ലെങ്കിൽ വിജയ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ പടം തിയേറ്ററിൽ പോയി കാണാം. കാരണം അദ്ദേഹത്തിന്റെ അവസാന പടമാണ്. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ഒരു ഫെയർവെൽ സിനിമ ഈ അവസാന പടത്തിലും അത് കാണുമ്പോൾ ആ ഒരു ഗൂസ് ബംസ് ഒന്നും ഇപ്പൊ ഈ കുറച്ച് തിയേറ്റർ കംബാക്ക് എന്ന് പറയുന്ന നായകന്മാരൊക്കെ ഒന്നും കിട്ടാനൊന്നും വകുപ്പില്ല. അപ്പൊ അത് മനസ്സിലാക്കണം. വിജയ് മക്കൾ ഇയക്കം. ഓ, പൂജ മഹിത ക്രിസ്റ്റൽ പ്രൊഡ്യൂസർ എല്ലാം ആവട്ടെ കേട്ടോ. തളപതി. ഓ, നെല്ലി സെൽഫി. തളപതി സൂപ്പർമാൻ. ഓ, നാട്ടിൽ ഒറ്റ ഓണ അതിന്. തളപതി. Come here for the love. Come here for the love. Oh. Amen. പീപ്പിൾ. ഇത് ആക്ച്വലി ആദ്യം നമ്മൾ വിചാരിച്ചത് ഈ പാട്ട് പാടിയത്, ഈ റാപ്പ് ഇംഗ്ലീഷ് പോർഷൻ പാടിയത് ഹനുമാൻ കൈൻഡ് എന്നാണ്. കാരണം ഫസ്റ്റ് വന്ന ഒരു സോഴ്സ് പ്രകാരം ന്യൂസ് ഒക്കെ വന്നത് ആൻഡ് ചില DJ നൈറ്റ്സിലൊക്കെ ഇത് റിവീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഹനുമാൻ കൈൻഡുമായിട്ട് ഒരു സംഭവം. ബട്ട് ഇത് അമോക് ബാലാജി എന്നൊരു പുള്ളിക്കാരനാണ് പാടിയിട്ടുള്ളത്, ഹനുമാൻ കൈൻഡ് അല്ല. സോ ആ ഒരു വോയിസിന്റെ ആ ഒരു സിമിലാരിറ്റീസ് നമ്മൾ തോന്നിയോണ്ടാണ് മുമ്പ് എല്ലാവരും ആ ഒരു ടോക്കിലേക്ക് വന്നത്. ബട്ട് കിടിലനായിട്ട് പുള്ളി പാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ദ ട്രൂ ലീഡർ തീം തന്നെ സൂപ്പർ ആയിട്ട് അനിരുദ്ധ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഈ തളപതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഫസ്റ്റ് ഗ്ലിംസിൽ, ജനനായകന്റെ ഗ്ലിംസ് റിലീസ് ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ അന്നായിരുന്നു തോന്നുന്നു. അന്ന് റിലീസ് ചെയ്യുമ്പോൾ ഈ ഒരു BGM ആണ് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഈ പടത്തില് ഈ ഒരു BGM വരുന്ന പോർഷൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സീനിൽ പെട്ടെന്ന് ഇംഗ്ലീഷ് റാപ്പൊക്കെ ഇട്ട് അനിരുദ്ധ് കത്തി വെച്ചിട്ടുണ്ട്. കാരണം ഈ ജനനായകനിലെ തളപതി വിജയും അനിരുദ്ധും, വിജയ് സാറിന്റെ ഓറ എന്ന് പറയുന്ന വേറെ അന്യാര്. പ്രത്യേകിച്ച് ആ ഫ്ലാഷ് ബാക്ക് പോർഷനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ആ ഒരു തീം മ്യൂസിക് രാവണമ ഉണ്ടായി. അതിന് ഈ സമയം പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പം തളപതി വിജയുടെ ഇതിൽ ഈ ദ ട്രൂ ലീഡർ തീം എന്നൊക്കെ ആ തീം ഇംഗ്ലീഷൊക്കെ വരുമ്പോൾ ആ ഒരു സീൻ എലവേറ്റ് ചെയ്യാണ് അനിരുദ്ധ്. മാക്സിമം പുള്ളിക്കാരൻ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തളപതി വിജയാണ് അവിടെ വരുന്നത്. പിന്നെ മ്യൂസിക് ഇല്ലെങ്കിൽ അവിടെ ഒരു എലവേഷന്റെ കാര്യവും വേറെ പറയേണ്ടയില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു നോട്ടം തന്നെ മതിയാവും. അപ്പോൾ ദ ട്രൂ ലീഡർ ലിറിക്കൽ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി തളപതി കച്ചേരി പാട്ടും ഒരു പേര് വരലാരെ പാട്ട് രണ്ടിന്റെയും കുറെ സീൻസ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കട്ട് ചെയ്താണ് ഈ ഒരു ലിറിക്കൽ വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതില്
പ്രൊഡ്യൂസറിനെ കാണിക്കുന്നുണ്ട്, നായകന്മാരെ. അതാണ് ഞാൻ പറഞ്ഞത്, തളപതി കച്ചേരി ഒരു പേരെ വരലാറ്, രണ്ട് പാട്ടും. അങ്ങനെ ഇത് തിയേറ്ററിൽ വന്നപ്പോ കിട്ടില്ല ഫീൽ ആയിരുന്നു, വൈബായിരുന്നു. കാരണം ഈ ഒരു മ്യൂസിക് പെട്ടെന്ന് ഇങ്ങനെ തളപതി വിജയ് നടമ്പേ തളപതി ആ ഒരു ഇതും, എന്നിട്ട് ഈ ആ ഇംഗ്ലീഷ് റാപ്പ് പോസ്റ്റർ വിടുമ്പം ലിറ്ററലി മറ്റേ F1 റേസിൽ നമ്മൾ കാറെടുത്ത് കത്തിച്ചൊക്കെ പറക്കൂലേ, അതുപോലത്തെ ഫീൽ ആയിരുന്നു. ആൻഡ് ടോട്ടലി ഞാൻ എൻജോയ് ചെയ്തു സിനിമ. കാരണം ഫസ്റ്റ് ഡേ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമാസ് വിജയ് ഫാൻ, ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാവരും പറയുന്നത് തന്നെയാണ്, എനിക്കും ആ ഒരു സെയിം തോട്ട് തന്നെയാണ് എനിക്ക്. കാരണം ഞാനൊരു സിനിമയിൽ നിന്നുപരി അദ്ദേഹത്തിന് അവസാനമായിട്ട് തിയേറ്ററിൽ കാണാൻ പോയതാണ് അത്. അപ്പൊ നിങ്ങൾക്ക് പല പേർക്കും പറയാം അത് സിനിമ മോശമാണ്. സിനിമ കാണുന്നതിന് മുമ്പ് ലീക്ക് റിലീസായി എല്ലാവരും എത്രത്തോളം നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും ഇട്ടാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇനി അതിനെ അടിച്ചമർത്താനും പിടിക്കാനൊന്നും നമ്മൾ വരുന്നില്ല, കാരണം അതിന്റെ ആവശ്യവും ഇല്ല. ആ പടം നല്ലതാണ്, ഈ പടം നല്ലതാണെന്ന് പറയും. ആസ് എ വിജയ് ഫാൻ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള പടം തന്നെയാണ് ജനനായകൻ. കാരണം അവസാനം ഒരു പടമാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പടം ഒരു സ്റ്റോറി എന്താണെന്ന് വിജയ് സാറിനെ കാണാൻ പോയി അന്നൊരു മട്ടായിരിക്കും. മറ്റൊന്നുള്ളവർക്ക് ആ ഒരു ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ പറയാം, നല്ലതാണ്, ഡിസാസ്റ്റർ ആണ്, അപരാധമാണ്, അത് അവരുടെ ഒപ്പീനിയൻ ആണ്, അത് അവർക്ക് പറയാം, അവർക്ക് റൈറ്റ്സ് ഉണ്ട്, അതിൽ വേറെ സംശയങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ല. ആൻഡ് ഇനി 1-2 പാട്ടും കൂടെ ഒക്കെ റിലീസ് ചെയ്ത് വിടുമ്പോ എല്ലാം മൊത്തത്തോടെ തീരും. ഇപ്പോ ദ ട്രൂ ലീഡർ അതും തീർന്നു.